എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് അമരാന്തിനെ പരിചയപ്പെടാം. അമരാന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് അറിയണത്. അപ്പോൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങളിലും ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫുഡ് വെറൈറ്റിയാണ് കേട്ടോ ഈ അമരാന്ത് എന്ന് പറയുന്നത്. അമരാന്തിനെ രാജ്ഗിര എന്നും പറയും. പിന്നെ അതുപോലെ തന്നെ ഇതിനെ രാംദാന എന്നും പേരുണ്ട്. ഈ കാണുന്ന ചെടിയിൽ ഒരു തരം ചുവന്ന ചീരയുടെ ഒരു ചെടിയാണ്. അതിൻ്റെ ആ മുകളിൽ കാണുന്ന ചുവപ്പ് കളറിലുള്ള അതിൽ കാണുന്ന ഒരു വിത്താണ്, ഒരു തരം വിത്താണ് ശരിക്കും ഇത്. പക്ഷേ വിത്താണെങ്കിലും ഇതിനെ ഗ്രെയിൻസിൻ്റെ വിഭാഗത്തിലും ഇതിനെ പെടുത്താം. കാരണം ഇത് നമ്മൾ ഓട്സൊക്കെ പോലെ തന്നെ ആണ് ഇതിൻ്റെ സ്ട്രക്ചർ കേട്ടോ. അത് നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാം. ഇതുകൊണ്ട് നമ്മൾ വ്രതമൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഇതുകൊണ്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കും. പിന്നെ ഇതിനെ സൂപ്പർ ഫുഡിൻ്റെ ഗണത്തിൽ പെടുത്തുന്നുണ്ട്. കാരണം ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലത്തെ വിറ്റാമിൻസും മിനറൽസൊക്കെ അത്രയും ഹൈ ആണ് അത്രയും റിച്ച് ആയിട്ട് ഇതിൽ കാൽഷ്യം പ്രോട്ടീനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സൂപ്പർ ഫുഡാണെന്നാണ് പറയണത്. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്നും പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കറ്റ്. ഞാനിതിപ്പോൾ ആമസോൺ വഴിയാണ് മേടിച്ചത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അങ്ങനെ മേടിച്ചതാണ്. ഞാൻ മോന് വേണ്ടിയിട്ട് അങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. കാരണം മോന് ഇങ്ങനെ പാല് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും കാൽസ്യം പ്രോട്ടീനൊക്കെ ഇവർക്ക് കൊടുക്കണമല്ലോ, വളരുന്ന പ്രായമല്ല. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഫുഡ് ഗ്രെയിനിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഇടയായത് കേട്ടോ. അപ്പോൾ നമ്മളിൽ പലരും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി പാഞ്ഞ് പിന്നാലെ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഫുഡാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, പാലിന് പകരമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് ഇത്. ഇതിപ്പോൾ ഞാൻ പഫ് ചെയ്തതാണ് മേടിച്ചത് കേട്ടോ. ശരിക്കുള്ള ഗ്രെയിനല്ല മേടിച്ചത്, ഗ്രെയിനായിട്ടല്ല, പഫ് ചെയ്ത ഗ്രെയിൻ. അത് ഇതിപ്പോൾ എങ്ങനെയായിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരിയൊക്കെ ഇല്ലേ, അരി നമ്മൾ പഫ് ചെയ്യുമ്പോഴാണ് അതെന്താ പൊരിയായിട്ട് വരും. പിന്നെ അതുപോലെ മലരാക്കാം നമുക്ക് അരീനെ. അതുപോലെ ഇത് പഫ് ചെയ്തതാണ് ഇങ്ങനെ ഈ കാണുന്നത് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ, ചെറിയ തരികളാണിത്. ഇതിൻ്റെ ഗ്രെയിൻ മേടിച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ അരി വറക്കുന്ന പോലെ തന്നെ ഇതും അതുപോലെ തന്നെ വറുത്തെടുക്കാം. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പൊട്ടി തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രെയിനായിട്ട് നമ്മൾ മേടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പഫ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒരു ലോയിൽ വെച്ചിട്ട് നല്ല കുഴിയുള്ള ചട്ടിയിൽ പാനിൽ വെച്ചിട്ട് ഇത് 2 ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ട് വേണം ഇതൊന്ന് വറക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിച്ച് ഇതുപോലെ പഫായി വരും. അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ കേട്ടോ. കുറേശ്ശെ വേണം ചെയ്ത്, അല്ലെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പഫ് ചെയ്തതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കറക്റ്റ് ആ മലരില്ലേ, നമ്മൾ മലര് കഴിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. സെയിം അത് തന്നെ, മലര് ചെറിയ പീസുകളാക്കി എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടും. ആ പൊടി കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം, ദോശയിലേക്കൊക്കെ ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നോക്കട്ടെ, ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. ഈ ഒരു ഗ്രെയിനിനെ സൂപ്പർ ഫുഡിൻ്റെ ഗണത്തിൽ എന്താ പെടുത്താൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രോട്ടീനും കാൽഷ്യമൊക്കെ റിച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫറസൊക്കെ നമുക്ക് എല്ലിന് നല്ലതാണ് കേട്ടോ. ഈ നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കും പല്ലിനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സിങ്ക് നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്ന് അറിയാമല്ലോ, അപ്പോൾ അതിനും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഒരേ ഒരു ഗ്രെയിൻ ഈ ഒരു രാജ്ഗിരിയാണ് അത്ര. പിന്നെ അതുപോലെ തന്നെ ലൈസൈൻ എന്ന് പറഞ്ഞിട്ടൊരു അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യം അബ്സോർബ് ചെയ്യാനായിട്ട്, ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കാനായിട്ട് ഈ ഒരു ലൈസൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂത്രേ. അപ്പോൾ അതൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വിറ്റാമിൻ B6 ഉണ്ട്, നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് നല്ലതാണ്. അതായത് ഇപ്പോൾ ഈ ഗർഭിണികൾക്കൊക്കെ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് തടയാനായിട്ട് ഈ വിറ്റാമിൻ B6 ഹെൽപ്പ് ചെയ്യൂത്രേ. അപ്പം അതൊക്കെ ഇതിലുണ്ടെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വിറ്റാമിൻ B5 ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടാവാനായിട്ടൊക്കെ ഇത് നല്ലൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാവാനും ഇത് നല്ലതാണ്. അപ്പോൾ ഒക്കെ മൊത്തത്തിൽ അങ്ങനെ ഒരു നല്ലൊരു ഫുഡ് ഗ്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്, നമ്മൾ ഈ മിഠായിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മത്തങ്ങയുടെ കുരുവാണ് കേട്ടോ. അത് പച്ച നമുക്ക് മേടിക്കാൻ കിട്ടും, പംകിൻ സീഡ്സ്. ഇതും ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. വിറ്റാമിൻ ഇ ഒക്കെ റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ചേർത്താണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് പൾസ് മോഡിൽ ഇട്ടൊന്ന് തിരിച്ചിതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക, അവിടെ വയ്ക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ അവിടെ ബെല്ലെല്ലാം മേടിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഈ ബെല്ലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു തേനിൻ്റെ പരുവത്തിലാണ് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കട്ടിയുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത്
ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി നമ്മളൊന്ന് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒറ്റ നൂൽ പരിവാവണം കേട്ടോ. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല കട്ടിയിൽ തന്നെ ഉരുക്കി വെച്ച കാരണം പെട്ടെന്ന് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊന്ന് പിടിച്ച് ഒറ്റ നൂൽ പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം അതൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ. കാരണം ഇത് നമ്മൾ വല്ലാണ്ട് ചൂടാക്കും വേണ്ടിയിട്ട്. വല്ലാണ്ട് ചൂടാക്കുമ്പോൾ അതിലത്തെ ആ സിങ്കിൻ്റെയും ഒക്കെ പെർസെൻറ്റേജ് കുറയും. ഓരോ ശതമാനമൊക്കെ കുറയുമെന്ന് മാത്രം. പക്ഷേ നമ്മൾ ഓൾറെഡി പഫ് ചെയ്തിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ നമ്മുടെ ഒപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പംകിൻ സീഡ്സും കൂടെ ഇതിലേക്ക് ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ചൂടാവണ്ട കേട്ടോ. ചൂടാവാണ്ട് നോക്കിയാൽ മതി. പിന്നെ അത് പെട്ടെന്ന് അലിയും ചെയ്യും. വല്ലാണ്ടിട്ട് അങ്ങനെ തിളപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് ഒട്ടുന്ന ഒരു പരിവായതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇത് കറക്റ്റ് ഒരളവാണ് കേട്ടോ. ആ ഒരു അരക്കപ്പിന് ഇതുപോലെ 1 കപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്കിത് കാണിക്കേണ്ട കാരണമാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഭംഗിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു തന്നു. അത് നിങ്ങൾ സാധാരണ പ്ലേറ്റിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചോറും പാത്രം സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അപ്പോൾ തന്നെ പ്രസ് ചെയ്ത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതിക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ടീസ്പൂണിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക സ്റ്റീലിൻ്റെ. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. ആ സ്പാറ്റുലയിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം കേട്ടോ. ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം. വല്ലാണ്ട് ചൂടാറാൻ നിൽക്കണ്ട. അപ്പം മുറിക്കാനായിട്ട് ഇത്തിരി ബലം ഉണ്ടാവും. ബലം മുറിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കാണുമ്പോൾ. പക്ഷേ കഴിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, വല്ലാണ്ട് കട്ടിയില്ല. നമുക്ക് കടിക്കാൻ എള്ളുണ്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പാവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് മിക്സാക്കി അത് ചൂടാറി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും. പക്ഷേ ഇതങ്ങനെയില്ല. ഇതൊരു എന്താ പറയുക, പൊരിയുടെയൊക്കെ പോലത്തെ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇത് കടിക്കാനൊക്കെ ഒരു ച്യൂയി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിട്ട് അങ്ങനെ നല്ല ച്യൂയി പോലെ ഇരിക്കുക നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയും ബാക്കി ഇതിൻ്റെ റെസിപ്പീസുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്തോളൂ. അല്ലെങ്കിലും ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് നല്ല സക്സസ് ഒക്കെ ആയെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നോക്കാം. റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകൾ ചേർക്കണമെന്ന് അറിയില്ല. അത് കുഴയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പൊടിയും മേടിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ടോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് ഒരു വട്ടെങ്കിലും ഒന്ന് മേടിച്ച് ഇതൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക. നമുക്കിനി നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.